നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ GST മുഴുവൻ റീഫണ്ട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാല്ലേ? എന്നാ അങ്ങനെ എല്ലാ GST റീഫണ്ട് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഒന്നല്ല പല രാജ്യങ്ങളും ടൂറിസ്റ്റുകാർക്ക് GST റീഫണ്ട് കൊടുക്കാറുണ്ട്. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ കാറിൽ നിന്ന് കപ്പലിനെ അവസാനമായി ഒന്നുകൂടി കണ്ട് നേരെ പോയത് സിംഗപ്പൂരിലെ മുസ്തഫ ഷോപ്പിംഗ് സെന്ററിലേക്കായിരുന്നു. ഇവിടെ 24 അവേഴ്സ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഏത് പാതിരാത്രിക്കും ഷോപ്പിംഗ് എളുപ്പമാണ് കേട്ടോ. ടൂറിസ്റ്റേഴ്സിന്റെ കയ്യിലുള്ള എല്ലാ ട്രോളി ബാഗ്സും ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടുത്തെ സാധനങ്ങളുടെ ക്വാളിറ്റി അറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, ടോയ്സ്, ഡ്രസ്സ്, പിന്നെ കുട്ടികൾക്കുള്ള ഒരു സ്കൂൾ ബാഗ് കൂടി എനിക്കൊരു വാച്ചും വാങ്ങിയായിരുന്നു. അവിടെ കുറെ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു യൂണീക് പീസ് നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് മെയ്ഡ് ഇൻ ഇന്ത്യക്ക് തന്നെയാണ് ഇറക്കുന്നത്. എനിക്ക് അതിലെ സിൽവർ വാച്ചായിരുന്നു ഇഷ്ടപ്പെട്ടതെങ്കിലും എന്നും ഈ സിൽവർ തന്നെയല്ലേ എടുക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ, മാറ്റിപ്പിടി എന്ന് പറഞ്ഞ് ജോസ് സെലക്ട് ചെയ്തത് ഇതായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് വാച്ചാ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണേ. അമ്മയ്ക്ക് വാച്ച് വാങ്ങിയാൽ പിന്നെ മോൾക്കും വേണമല്ലോ. അങ്ങനെ ഒരു മണിക്കൂറിന്റെ കരച്ചിലൊടിയിൽ മോൾക്കും കിട്ടിയ ഒരു വാച്ച്. മുസ്തഫയിൽ നിന്ന് ഒരു ദിവസം 100 സിംഗപ്പൂരിലുള്ള സാധനങ്ങൾ വാങ്ങി GST റീഫണ്ട് കൺഫേം ആണ് കേട്ടോ. പിന്നെ നേരെ പാസ്പോർട്ട്, SGRL കാർഡുമായിട്ട് മുസ്തഫയിലെ GST കൗണ്ടറിലേക്ക് അങ്ങോട്ട് ഓടിയാൽ മതി. ഈ ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് 74 സിംഗപ്പൂർ ഡോളർ തിരിച്ചു കിട്ടിയായിരുന്നു കേട്ടോ. ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ രാത്രി മാറി പകലായതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. GST റീഫണ്ടിന് നമ്മളിവിടെ അപ്ലൈ ചെയ്തെങ്കിലും റീഫണ്ട് കിട്ടുന്നത് എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ 6:15 രാത്രി മുഴുവൻ ഉറങ്ങാത്തിന്റെ മൂഡ് ഓഫ് മാറ്റാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണ്. ദേ അവിടെ ആരെങ്കിലും ആ മലബാർ ഗോൾഡ് കണ്ടായിരുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ട് 1 മണിക്കൂറായി. അല്ല, 1 മണിക്കൂറായില്ല, അതാരോ ഓളത്തി പറഞ്ഞതാട്ടാ. ഇനി വീടിന്റെ ഫ്ലൈറ്റ് മിസ് ആവുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ പാഴ്സൽ എടുത്ത് എയർപോർട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു.